ഹലോ എവരിവൺ. മുന്നത്തെ ഹെയർ ഡൈയുടെ വീഡിയോയുടെ അടിയിലായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള ഹെയർ ഡൈ ഓപ്ഷൻ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ സേഫ് ആയിട്ടുള്ള കുറച്ച് ഹെയർ ഡൈസ് പരിചയപ്പെടാം. മാത്രമല്ല ഞാൻ ഈ പറയുന്ന ബ്രാൻഡ്സ് അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായും സേഫ് ആയിട്ടുള്ള ഹെയർ ഡൈ ചൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെയർ ഡൈ വാങ്ങിക്കുമ്പോൾ അതിന്റെ പാക്കറ്റിന്റെ പിൻഭാഗത്തുള്ള ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് പരിശോധിക്കുക. ഹെയർ ഡൈയുടെ പിൻഭാഗത്ത് അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, റെസോസിനോൾ, പാരാഫെനിലിൻ ഡയമീൻ അല്ലെങ്കിൽ PPD എന്ന് എഴുതിയിട്ടുള്ള ഈ 4 ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഏത് ഹെയർ ഡൈയും നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ഒരുപാട് പേർക്ക് ഹെയർ ഡൈ അലർജി ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ അലർജി ഉണ്ടാവാനുള്ള കാരണം അതിലെ PPD എന്ന കോമ്പൗണ്ട് ആണ്. പാരാഫെനിലിൻ ഡയമീൻ എന്ന കോമ്പൗണ്ട് കാരണമാണ് ഒരുപാട് പേർക്ക് ഹെയർ ഡൈ അലർജി ഉണ്ടാവുന്നത്. പിന്നെ അലർജി ഉള്ള ആളുകളാണെങ്കിൽ പ്രത്യേകം PPD എന്ന് എഴുതിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഹെയർ ഡൈ വാങ്ങിക്കാം. ആദ്യമേ പറയാണ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അധികം കെമിക്കൽസ് ഇല്ലാത്ത കുറച്ച് ഹെയർ ഡൈസ് പരിചയപ്പെടാം. ഒന്നാമത്തേത് ദേഗ 100% പ്ലാൻ ബേസ്ഡ് ഹെയർ കളർ കിറ്റ്. സെക്കൻഡ്, റാഡിക്കോ കളർ മീ ഓർഗാനിക് ഹെയർ കളർ. തേർഡ്, സേക്രഡ് ഹെർബ്സ് നാച്ചുറൽ ജെൽ ഹെയർ കളർ. ഫോർത്ത്, വെജിറ്റൽ സേഫ് ഹെയർ കളർ. ഫിഫ്ത്ത്, ദ വെൽനസ് ഷോപ്പ് നാച്ചുറൽ ഹെയർ കളർ. സിക്സ്ത്, ശാരദാമൃതം നാച്ചുറൽ ഹെയർ കളർ. സെവൻത്, എത്രിക് അമോണിയ ഫ്രീ ആൻഡ് PPD ഫ്രീ ഇൻഡിഗോ ഹെന്ന ഹെയർ ഡൈ. ഇവയെല്ലാം കെമിക്കൽസ് കുറവുള്ള ഹെയർ ഡൈസ് ആണ്. ഇതിൽ PPD ഇല്ലാത്തതാണ്. ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ള ആളുകൾക്ക് ഇത്തരം ഹെയർ ഡൈസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്ലാക്ക് ഹെന്ന സുരക്ഷിതമാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാച്ചുറൽ ആയിട്ടുള്ള മുടിയുടെ കറുപ്പ് കളറിൽ കൂടുതലായിട്ട് മുടിയെ ഒന്നുകൂടി ഡാർക്കായിട്ട് കറുപ്പിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഹെന്ന ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ മുടി കറക്കുന്നുണ്ടെങ്കിലോ അതിൽ ഹിഡൻ ആയിട്ടുള്ള കെമിക്കൽസ് ചേർക്കാനുള്ള സാധ്യത കൂടുതലാണ്. മോഡറേറ്റ്ലി സേഫ് ആയിട്ടുള്ള ഹെയർ ഡൈസ് പരിചയപ്പെടാം. ഇതൊക്കെ മോഡറേറ്റ്ലി സേഫ് ആണ്, അതായത് നിങ്ങൾക്ക് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത ഹെയർ ഡൈ കാറ്റഗറീസ് ആണ് ഇവയെല്ലാം. ഹെയർ ഡൈനെ കുറിച്ചിട്ട് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെയർ ഡൈ നമുക്ക് 100% ആയിട്ട് ഹെയർ ഡൈയിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ക്യാൻസർ വരുത്തില്ല എന്ന് പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം പല അമ്മമാർക്കും ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്. അപ്പോൾ മേ ബി ഇത്തരം കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിരിക്കാം, ഇത്തരം ഹെയർ ഡൈസോ അല്ലെങ്കിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ രക്തത്തിലേക്കൊക്കെ എത്തിയിട്ടായിരിക്കാം ഇങ്ങനെ പല രീതിയിലുള്ള ബ്ലഡ് ക്യാൻസറും ബ്ലാഡർ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഹെന്ന ഇടുന്നതാണ്. ഹെന്ന ആകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഹെന്ന മാത്രമാണെങ്കിൽ. മാത്രമല്ല മുടിക്ക് നല്ലൊരു ഷൈനിങ് എഫക്റ്റും കിട്ടും, മുടിയെ പ്രൊട്ടക്ഷനും ചെയ്യും. ഈ ഹെന്ന മുടിക്ക് പ്രൊട്ടക്ഷനും നൽകും. പല ആളുകൾക്കും ഹെന്നയുടെ കളറായിരിക്കും പ്രശ്നം. ചെറിയ രീതിയിലൊക്കെയാണ് മുടി നരച്ചതെങ്കിൽ ഈ ബ്രൗൺ കളറുള്ള ഹെന്ന ഇട്ടാലും വലിയ രീതിയിൽ അറിയാൻ പോകുന്നില്ല. എന്നാൽ ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഹെന്ന പൗഡേഴ്സ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഹെന്ന ഇട്ടതിന് ശേഷം ഒരു 40-45 മിനിറ്റ് ഇൻഡിഗോ പൗഡർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടി കറുത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഹെയർ കളറിങ്ങിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ ബ്രാൻഡ്സും അവരുടേതായ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പലപ്പോഴായിട്ട് ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത് സേഫ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോ മാസങ്ങളോ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് മാറ്റി വേറെ ചിലപ്പോൾ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തു എന്ന് വരാം. അപ്പോൾ നിങ്ങൾ എപ്പോൾ വാങ്ങുമ്പോഴും അതിൻ്റെ പിന്നിലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോ എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.